ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ക്രീമിയും ചീസിയുമായിട്ടുള്ള ലോഡഡ് ഫ്രൈസ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ എല്ലില്ലാത്ത പീസ് നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഒറിഗാനോ, ഒരു മുട്ട ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരണം. എന്നിട്ട് ഞാനത് ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ശേഷം ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ ഇതും ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഗോൾഡൻ കളർ ആകുന്ന വരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഒരു ക്രീമി ആയിട്ടുള്ള ചീസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആ ക്രീമിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് ഇത് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ സ്ലൈസർ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ക്രീം ചീസ് ഇടുന്നുണ്ട് 1 ടീസ്പൂൺ. ഇനി അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്കാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്ത ചിക്കൻ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ച ആ ഒരു ക്രീം സോസില്ലേ അത് നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ മയോണൈസാണ് ഇട്ട് കൊടുക്കുന്നത്. മയോണൈസും ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈസും അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ലെയറും ഇതേപോലെ തന്നെ സെയിം വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇത് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ക്യാപ്സിക്കം സ്ലൈസായിട്ട് എടുത്തിട്ട് അതും ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ ഇഷ്ടമാതിരി നമുക്കിടാം. ഇനിയിപ്പോൾ ഞാൻ മൊസറല്ല ചീസും അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും ചില്ലി ഫ്ലെക്സും എല്ലാം ഇട്ട് കൊടുത്ത് ഇതേപോലെ നല്ല അടിപൊളിയായി ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ റെസിപ്പി ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.